ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെസ്സിസ് കിച്ചൺ. ഇന്ന് ഒരു മൊസറല്ല ചീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മൊസറല്ല ചീസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പിസയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചീസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ മൊസറല്ല ചീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഈ മൊസറല്ല ചീസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ്. ഈ 1/2 ലിറ്റർ പാല് പിന്നെ 2 ലെമണുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെമണിന് പകരമായിട്ട് നമുക്ക് സുർക്ക ഉപയോഗിക്കാം, വിനെഗർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഈ പാലൊന്ന് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഒരു ഇളം ചൂടാക്കി എടുക്കണം. അധികം ചൂടാവാനും പാടില്ല. അപ്പോൾ പാല് ഇളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ലെമണിൻ്റെ കുരുകളെല്ലാം കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 1.5 ലെമൺ ചേർത്തിട്ടുണ്ട്, 1.5 ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂണ് വെച്ച് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാല് പിരിഞ്ഞ് വരുന്നത് കാണാം. നമ്മൾ കുറേശ്ശായിട്ട് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിനെഗറാണ് ചേർക്കുന്നതെങ്കിൽ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇളക്കി പിരിഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ ഇതേപോലെ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേണം ചേർക്കാൻ. മൊത്തമായിട്ടും അങ്ങ് ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ ആയി കിട്ടണം. ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൈവച്ച് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ ഒട്ടും വെള്ളമില്ലാതെ ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പിഴിഞ്ഞിട്ടുള്ള ചീസ് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന പാകത്തിൽ ഉള്ള ചൂടിൽ എടുത്ത് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ചീസിന് വെലിച്ചിൽ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ തൊടാൻ പറ്റുന്ന അത്രയും ചൂടിൽ നമുക്കിത് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീസിന് വെലിച്ചിൽ കിട്ടുള്ളൂ ഇതേപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതേപോലെ 2-3 തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചീസ് നന്നായിട്ട് വലിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ചീസ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ബബിൾക്കത്തിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഒരു നല്ല വലിച്ചിലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനൊരു പാത്രത്തിലാക്കി മൂടി വെച്ച് ഫ്രീസറിൽ 2 മണിക്കൂർ വെക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രീസറിൽ 2 മണിക്കൂർ വെച്ചാലും മതി. അപ്പം ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. 2 മണിക്കൂറല്ല, ഞാൻ പിറ്റേ ദിവസമാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് പിസയിലേക്ക് വേണ്ടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല എളുപ്പമാണ് നമുക്ക് ഈ മൊസറല്ല ചീസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിസ്സ ഒക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ മൊസറല്ല ചീസ് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു 1/2 ലിറ്റർ പാലിലാണ് ഈ ഒരു മൊസറല്ല ചീസ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് കൂടുതൽ പാലൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചീസൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിസ്സ പോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ മൊസറല്ല ചീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ